നീഴൽ പോലെ എന്നും കൂടെയുള്ള ആള്. അതാ ഗന്ധർവനെ കുറിച്ച് അവള് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നിന്നെ അവള് പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്താ. അതുകൊണ്ട് തന്നെ നീയാണ് ഗന്ധർവനെന്ന് വിശ്വസിപ്പിക്കാൻ നീ കുറച്ച് പാടുപെടും. ഹേയ്, അവളെ പോലൊരു പെണ്ണിനെ വിശ്വസിപ്പിക്കാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട് മുക്ത. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ നിന്നെ തന്നെ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്. എന്നാലും അവളെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാൻ 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പാർവതി, നീ ഗന്ധർവ ബേക്കറിയിലേക്ക് പോവുകയാണെന്ന് നിന്റെ ഫ്രണ്ട്സ് ഭൂമിക മാഡത്തിനോട് പറഞ്ഞപ്പോ നീ ഒന്ന് പേടിച്ചു അല്ലേ? അവള് വരുമ്പോ നീ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതായിരിക്കണം. ഗന്ധർവ ബേക്കറി? അതവൾക്ക് മനസ്സിലാവും. അടുത്തതായി നീ ഇങ്ങോട്ട് വരുമ്പോ ഭൂമിക മാഡത്തിന്റെ അനുഗ്രഹം വാങ്ങിയത് എന്തുകൊണ്ടും നന്നായി എന്ന് പറയണം. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും നീ അവളോട് പറഞ്ഞാലേ നീ അവളുടെ നിഴല് പോലെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നും. അതോടെ മിഷൻ സക്സസ്. ഞാൻ ഏറ്റുമുക്ത. കുട്ടി നിക്ക്. ഇവിടെ എവിടെയെങ്കിലും വള കിട്ടുന്ന കടയുണ്ടോ? വള കിട്ടുന്ന കട സ്കൂളിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ചേച്ചി. എവിടെയാ സ്കൂള്? ഇവിടുന്ന് മെയിൻ റോഡിൽ കയറണം. അവിടെ വരെ പോയി വള വാങ്ങാൻ കൊറേ സമയം എടുക്കും. ഗന്ധർവൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. എല്ലാരും എത്തുന്നതിന് മുൻപ് എനിക്ക് ഗന്ധർവനെ കാണണം. ചേച്ചി പൂ വേണ്ടേ? വേണ്ട. വാങ്ങു ചേച്ചി. വെള്ള താവണിയല്ലേ എടുത്തേക്കുന്നേ. ഇതിന്റെ കൂടെ മുടിയില് മുല്ലപ്പൂ കൂടി വെച്ചാ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മുടിയില് പൂവൊക്കെ വെച്ച് കല്യാണത്തിനല്ലേ പോവുക? ഞാൻ ജോലിക്കാ പോകുന്നേ. ജോലിക്ക് പോകുന്നവരും എന്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങി തലയിൽ വെക്കാറുണ്ട്. ആരാ പൂ വെക്കാന്നറിയോ? ആരാ? ലവ് ഉള്ളവര്. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് മനസ്സിലാവും. നീ ആള് കൊള്ളാലോ. പൂ വാങ്ങു ചേച്ചി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? എടുക്ക്. ചേച്ചി നല്ല സുന്ദരിയാ. ഞാൻ പൂ വെച്ചേരട്ടെ? കൊള്ളാവോ? ചേച്ചിയെ കണ്ട ചേട്ടന്മാർക്കൊക്കെ ഇഷ്ടാവും. ശരി ശരി. എല്ലാവരും എത്തുന്നതിന് മുൻപ് ഗന്ധർവനെ കാണാൻ വേണ്ടിയാ. ഗന്ധർവൻ പറഞ്ഞ വെള്ള ഹാഫ് സാരി എടുത്ത് ഞാൻ നേരത്തെ വന്നത്. പക്ഷെ ഗന്ധർവൻ ഇനി എത്തിയിട്ടില്ലേ? പാറു, പാർവതി ഇന്ന് വെള്ള ഹാഫ് സാരി ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ജോലിക്ക് വരുമ്പോ ആരെങ്കിലും വെള്ള സാരി ഉടുക്കോ? മുഷിയില്ലേ? മുഷിയൊന്ന് പാർവതിക്കും അറിയാം. എന്നിട്ടും ഈ ഡ്രസ് ഇട്ട് വരണമെങ്കിൽ ഇന്ന് വെള്ള ഹാഫ് സാരി കൊടുത്ത് ഗാർമെന്റ്സിൽ വരണമെന്ന് പാർവതിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്. സത്യമല്ലേ? പാർവതി വെള്ള ധാവണി കൊടുക്കുമ്പോ കയ്യിൽ വെള്ള വളകൾ കൂടി ഉണ്ടെങ്കിൽ പാർവതിയെ കാണാൻ ഒന്നുകൂടി സൂപ്പർ ആവുമായിരുന്നു. കുപ്പിവളകളാണ് വേണ്ടത്. കുപ്പിവളകളുടെ ശബ്ദത്തിന് പ്രണയത്തിന്റെ ശബ്ദമാണെന്നാ പറയാ. പാർവതിയുടെ കയ്യില് വെള്ള കുപ്പിവളകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ ഇടുമ്പോ നിലത്ത് വീണ് ഉടഞ്ഞു പോയി. അത് കുഴപ്പമില്ല. വളകളില്ലെങ്കിൽ എന്താ? ഈ വെള്ള ഡ്രസ്സിൽ പാർവതിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും പാർവതി സുന്ദരിയ. ഈ ഡ്രസ്സിൽ പാർവതിയുടെ സൗന്ദര്യം ഇരട്ടിയായിട്ടുണ്ട്. വെള്ള ഡ്രസ് ഇട്ട് ജോലിക്ക് പോയാൽ മുഷിയോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനും വെള്ള ഡ്രസ്സല്ലേ ഇട്ടത്. മുഷിയുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്താ വെള്ള ഡ്രസ് ഇട്ടുണ്ടോ എന്നു പാർവതി എന്താ ചോദിക്കാൻ? ഞാൻ അതിനൊരു കാരണമുണ്ട്. പാർവതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനാണ്
ആഹാ, പ്രിയനെന്ന് നേരത്തെ എത്തിയല്ലോ. മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഗോഡൌൺ തുറന്നു കൊടുത്താലല്ലേ ലോഡ് ഇറക്കാൻ പറ്റൂ. അതാ ഞാൻ നേരത്തെ വന്നത്. നന്ദൻ സാറും വെള്ള ഷർട്ട് ഇട്ടിട്ടാ വന്നത്. പ്രിയൻ ചേട്ടനും വെള്ള ഷർട്ടാ ഇട്ടത്. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ഇവനെന്തിനാ വെള്ള ഷർട്ട് ഇട്ടത്? എന്റെയും മുക്തിയുടെയും പ്ലാൻ ഇവന് മനസ്സിലായോ? നന്ദ, സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ഗോഡൌൺ തുറന്നു കൊടുക്കണം. അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ താക്കോല് വാങ്ങുന്നത് ശരിയല്ലല്ലോ. സൂപ്പർവൈസർ നന്ദനല്ലേ. നന്ദൻ താക്കോല് വാങ്ങി എന്റെ കൈ കൊണ്ട് തന്നാ മതി. ലോഡിംഗുകാർക്ക് ഗോഡൌൺ ഞാൻ തുറന്നു കൊടുത്തോളാം. സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് പ്രിയം വാങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ശരി. പാർവതി, നീ ഗന്ധർവ ബേക്കറിയിലേക്ക് പോവാണെന്ന് നിന്റെ ഫ്രണ്ട്സ് ഭൂമിക മേഡത്തിനോട് പറഞ്ഞപ്പോ നീ ഒന്ന് പേടിച്ചു അല്ലേ? എന്റെ കൂട്ടുകാരികള് മാഡത്തിനോട് അങ്ങനെ പറഞ്ഞത് നന്ദൻ സാർ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ട് വന്നപ്പോ നീ ഭൂമിക മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിയത് നന്നായി. നല്ല മനസ്സുള്ളവരുടെ അനുഗ്രഹം ഒരിക്കലും പാഴായി പോവില്ല. അയ്യോ ഈശ്വര, മാഡം എന്നെ അനുഗ്രഹിച്ചതും സാർ അറിഞ്ഞോ? സത്യം പറ, ആരാ സാറിനോട് ഇതെല്ലാം പറഞ്ഞത്? നിനക്ക് നീ മനസ്സിലായില്ല പാറു. ഞാനാണ് നിന്റെ പാറു നേരത്തെ വന്നു അല്ലേ? പാറു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ആ തട്ടുകടയിൽ ഒരു ചായ കുടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ വിളിച്ചു, പക്ഷെ പാറു കേട്ടില്ല. പാറു ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. വെള്ള ഹാഫ് സാരി, തലയിൽ മുല്ലപ്പൂ. അല്ല, രേവതിയുടെ കല്യാണം ഇന്നാണോ? വാ വാ പാറു. ഈ ടൗണിലുള്ള എല്ലാ ലോഡ്ജുകളിലും നമ്മൾ അന്വേഷിച്ചു. ഇവിടെയുള്ള എല്ലാ ലേഡീസ് ഹോസ്റ്റലുകളിലും നമ്മൾ തപ്പി. ഇനി ഈ ഹോസ്റ്റൽ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ എവിടെ ഇല്ലാത്തോണ്ട് ജെനിഫർ ഈ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാവും. ഉറപ്പാ. ഇറങ്ങാം. എന്റെ ഫോണിൽ അവളുടെ ഫോട്ടോ ഉണ്ട്. അത് കാണിച്ച് ഈ പെണ്ണ് ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയും. ഇവിടെ ഉള്ളവര് എന്തെങ്കിലും ഉടക്ക് വർത്തമാനം പറഞ്ഞോണ്ട് വന്നാ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാ മുറിയും നമ്മൾ കയറി ഇറങ്ങി പരിശോധിക്കും. അവളെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് പോവുകയും ചെയ്യും. പോലീസ് അല്ല, പട്ടാളം വന്നാലും ഞാൻ നോക്കിക്കോളാം. ഹലോ, ഒന്നിങ്ങ് വന്നേ. ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോന്ന് അറിയാനാ. എന്റെ ഫോൺ എവിടെ? വണ്ടിയിലുണ്ടോ? എടുത്തിട്ടോ.